നമസ്കാരം. കോട്ടയത്ത് LDF തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥി എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോഴേക്കും UDFും നിലപാട് അറിയിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് ആണ് ചാഴിക്കാടനെതിരെ മത്സരിക്കുക. എന്നാൽ ഇതുവരെയും BJP ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് BJP ആണെങ്കിലും ഏറ്റവും അവസാനമായിരിക്കുകയാണ് അവരുടെ പ്രഖ്യാപനം. ഇത് പറയാൻ കാലതാമസം എടുക്കുന്നത് ആരെ നിർത്തിയാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകുമെന്ന കൺഫ്യൂഷൻ മാറാത്തത് കൊണ്ടാണ്. ആരെ നിർത്തിയിട്ടും കാര്യമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കോട്ടയം തോമസ് ചാഴിക്കാടൻ ഉള്ളത് തന്നെ വെറുതെ ഊഹാപോഹം വെച്ച് പറയുന്നതല്ല. കാരണം കൃത്യമായ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പലവിധ പരിമിതികളാൽ വീർപ്പുമുട്ടിയ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് ചാഴിക്കാടൻ നിരന്തര ഇടപെടലുകൾ നടത്തുകയും നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തതാണ്. MP ഫണ്ട് 100% ചെലവഴിച്ച് സംസ്ഥാനത്ത് ഒന്നാമനായി അദ്ദേഹം മാറിയിരുന്നു. അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രം അപ്രതീക്ഷിതമായി പൂട്ടിയപ്പോൾ മാസങ്ങൾക്കുള്ളിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമായി പുതിയ ഓഫീസ് തുടങ്ങാനായത് ചാഴിക്കാടന്റെ മാത്രം ഇടപെടൽ കൊണ്ടാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാർക്ക് പരമാവധി കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഇതുവഴി മണ്ഡലത്തിലെ 1600 ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകാനായി. ഇതൊന്നും മറികടക്കാൻ UDFന്റെ ജോർജിനോ അല്ലെങ്കിൽ ഇതുവരെ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയ NDAക്കോ സാധിക്കില്ല. കോട്ടയത്ത് LDF തന്നെ മുന്നേറുമെന്നുള്ളതിന്റെ സൂചനയാണിത്. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഇതുവരെ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തത്? കോട്ടയം തുഷാർ വെള്ളാപ്പള്ളിക്കാണോ PC ജോർജിനാണോ എന്ന് തീരുമാനിക്കാൻ BJPക്ക് ഇത്ര ഭയമാണോ? കഴിഞ്ഞ തവണ PC തോമസിന് കിട്ടിയ വോട്ട് NDAയുടെ വോട്ടാണെന്ന് കണക്കാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. കാരണം വ്യക്തിപരമായ വോട്ടുകളും അതിൽ ഉൾപ്പെടുന്നവയാണ്. കോട്ടയം ജില്ലയിൽ SNDPയുടെ വോട്ട് ബാങ്ക് നിർണായകമാകാൻ പോകുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെയും BJP നോക്കുന്നത് ജാതിമത വോട്ടുകളാണ്. ക്രൈസ്തവരുടെയും ഈഴവരുടെയും നായരുടെയും വോട്ട് എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്നുള്ള ചർച്ച ഇതുവരെ തീർന്നു കാണില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് BJP ഇതുവരെ പ്രഖ്യാപനം നടത്താത്തത്. ഈഴവർ നായർ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് NSSന്റെ വോട്ടുകൾ നിർണായകമായേക്കും. അതേപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അവിടെയും ഒരു BJP സ്ഥാനാർത്ഥി വരും എന്നാണ് പറയുന്നത്. പക്ഷെ ആരാണെന്ന് വ്യക്തമല്ല. രാഹുൽജി വളരെ ഈസിയായി മത്സരിച്ച് ജയിക്കേണ്ടെന്നാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായ രാഹുൽ ഫാക്ടർ ഇത്തവണ രാഹുലിന് കിട്ടില്ല എന്നതാണ് ഇതിലെ സത്യം. അത് കോൺഗ്രസിനും അറിയാവുന്നത് കൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാൾക്ക് നാൾ നീണ്ടുപോകുന്നത്. അതോ ഇനി UPയിലോ റായ്ബറേലിയോ രാഹുൽ മത്സരിക്കുമോ എന്നും കണ്ടറിയണം. ആകെ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ടായിരുന്നത് വയനാട്ടിൽ നിന്നാൽ രാഹുൽ ജയിക്കുമെന്നാണ്. പക്ഷെ അതും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് BJP BDJSനെ കൂട്ടുപിടിച്ച് കോട്ടയത്ത് കളമൊരുക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് വാസ്തവം. സത്യം പറഞ്ഞാൽ BJPക്ക് ശക്തരായ സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് പറയാം. ഉദാഹരണത്തിന് കണ്ണൂരിൽ MV ജയരാജനും വടകരയിൽ ശൈലജ ടീച്ചറും കോട്ടയത്ത് ചാഴിക്കാടനും. ഇവരെയൊക്കെ മറികടക്കാൻ സുരേന്ദ്രനും VV രാജേഷും അശോകൻ കുളനടയും ശോഭയോ കൃഷ്ണകുമാറോ ഒന്നും വിചാരിച്ചാൽ നടക്കില്ല. വെറുതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പ്രസംഗിക്കാമെന്ന് മാത്രം. എന്തായാലും നമുക്ക് നോക്കാം കോട്ടയം ചാഴിക്കാടന്റെ വികസനത്തിനായിരിക്കുമോ ആളുകൾ ഊന്നൽ നൽകുന്നതെന്ന്.